പാത്തുവിന്റെ സ്കൂൾ സ്വെറ്ററാണ്. അപ്പൊ ഇതിൽ ഇന്ന് വന്നപ്പോഴുണ്ടല്ലോ കണ്ട അങ്ങനെ ഓരോരോ ത്രെഡ്സ്, അതിപ്പോ നമ്മൾ തട്ടിക്കളഞ്ഞാലും ഈ സാധനം പോവില്ല കേട്ടോ. നനഞ്ഞ തുണി കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ പാടുന്നതും ഈ സാധനങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യാം ഏട്ടാ? കഴുകി കഴിഞ്ഞാലും ഇത് ഇങ്ങനെ ഈ വൈറ്റ് ഈ ത്രെഡ്സ് ഉണ്ടല്ലോ അത് പോവത്തില്ല. അപ്പൊ ഇതിന് എന്ത് ചെയ്യുന്നെന്നാ, ഇതാണൊരു ലിന്റ് റിമൂവർ ആണിത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് അച്ചു പാത്തുവിന്റെ ബർത്ത്ഡേക്ക് തന്നതാണ്. ഊട്ടിയിലായുമ്പോൾ എന്തായാലും സ്വെറ്റർ ആവുമല്ലോ, യൂണിഫോം ആയാലും പുറത്ത് പോകുമ്പോഴായാലും നമ്മൾ സ്വെറ്റേഴ്സ് എല്ലാം ഇടുള്ളൂ. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് റിമൂവ് ചെയ്യാം. ഇതെങ്ങനെയാ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടത് ആദ്യം തന്നെ പൊടിച്ച് അപ്പം ഇതെങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ പൊളിക്കണം. ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഇല്ല കുറെ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റിമൂവ് ചെയ്യണം. ഈ ബാക്ക് ഇങ്ങനെ ഒട്ടണ വരുത്തി സംഭവം കിട്ടും കേട്ടോ. ഇങ്ങനെ പശ മരിയാണ്. ഞങ്ങൾ ആദ്യം യൂസ് ചെയ്യണേ. എനിക്ക് അറിയായിരുന്നു ഇന്നത്തെ സംഭവമുള്ള കാര്യം. നമുക്കിതാ ഇങ്ങനെ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും, പലർക്കും അറിഞ്ഞുകൂടാ. പറയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതാ സ്വെറ്ററിലത്തെ വൈറ്റ് ആ ത്രെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് സ്വെറ്റർ. അപ്പൊ നമുക്ക് വേറൊരു സ്വെറ്റർ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ ചെയ്യരുത്. ഈ സംഭവം നേരത്തെ പറിച്ചു കളഞ്ഞ മാതിരി ഈ ലിന്റ് റിമൂവറിന്റെ ഇത് പറിച്ചു കളയാം കേട്ടോ. കണ്ട ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇതിങ്ങനെ കീറി കളയാം. അപ്പോൾ പുതിയതൊരെണ്ണം കിട്ടും. അങ്ങനെ കണ്ട ഇതിന്റെ കട്ടി നോക്ക്, ഇത്രയും നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് രൂപയാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഗിഫ്റ്റ് ആയതുകൊണ്ടേ. ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്സിൽ ചോദിച്ചാലും മതി. നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പം ശരി, ബൈ.